ഷെഫ് സീക്രട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തിരുവനന്തപുരം സ്റ്റൈൽ മട്ടൺ നല്ലിയാണ്. മട്ടൺ പ്രേമികളുടെ ഇഷ്ടവിഭവമായ ഈ മട്ടൺ നല്ലി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് 1 കിലോയുടേതാണ്. അപ്പോൾ ആദ്യം വേണ്ടത് മട്ടൺ നല്ലിയെ ഹാഫ് ബോയിൽ ആക്കുക എന്നതാണ്. അതിനായി അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് കുക്കറിൽ ഒരു 3 വിസിൽ കേൾപ്പിച്ച് വേവിക്കണം. ഇതിനോടൊപ്പം ഇതിനു വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് പരിചയപ്പെടാം. ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ 50 ഗ്രാം, ഗരം മസാല 1 സ്പൂൺ, പെരുംജീരകപ്പൊടി 1 സ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്, കറുവപ്പട്ട ആവശ്യത്തിന്, ഗ്രാമ്പൂ 5 എണ്ണം, തക്കാളി 2 എണ്ണം, ഇഞ്ചി പേസ്റ്റ് 3 സ്പൂൺ, വെളുത്തുള്ളി 25 ഗ്രാം, കുരുമുളക് ചതച്ചത് 3 സ്പൂൺ, മുളക് പൊടി 3 സ്പൂൺ, സവോള 2 എണ്ണം, വഴനയില ആവശ്യത്തിന്, മല്ലിപ്പൊടി 1.5 സ്പൂൺ. ഇനി ഇത് തയ്യാറാക്കുന്ന വിധം പരിചയപ്പെടാം. ആദ്യം ഒരു പാൻ ചൂടാക്കിയ ശേഷം 50 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 4-5 ഗ്രാമ്പൂ, അല്പം കറുവപ്പട്ട, ഒരിതൾ വഴനയില, ആവശ്യത്തിന് കറിവേപ്പില എന്നിവയിട്ട് ഒന്നിളക്കിയ ശേഷം 25 ഗ്രാം വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് 3 സ്പൂൺ എന്നിവ ചേർത്ത് വീണ്ടും നന്നായി ഇളക്കണം. വഴന്നു വരുമ്പോൾ 2 സവോള ചെറുതായി എരിഞ്ഞതും ചേർത്ത് അല്പം ഉപ്പും ചേർത്ത് വീണ്ടും വഴറ്റണം. ഏതാണ്ട് നന്നായി ബ്രൗൺ കളർ ആകുന്നവരെ വഴറ്റണം. അതിനുശേഷം 2 തക്കാളി അരിഞ്ഞതും ചേർത്ത് വീണ്ടും നന്നായി ഇളക്കണം. തക്കാളി നന്നായി ഉടയും വരെ ഇളക്കണം. അതിനുശേഷം ഒരു 3 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ പെരുംജീരകപ്പൊടി എന്നിവ ചേർത്ത് വീണ്ടും ഇളക്കണം. പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ നേരത്തെ കുക്കറിൽ മട്ടൺ വേവിച്ച സ്റ്റോക്ക് വാട്ടർ മട്ടൺ അല്ലി മുങ്ങിക്കിടക്കുന്ന പാകത്തിൽ ഒഴിച്ച് ചൂടാക്കണം. ചൂടായി വരുമ്പോൾ ചെറുതായി ചതച്ച കുരുമുളക് ഒരു 3 സ്പൂൺ, ആവശ്യത്തിന് ഉപ്പും എന്നിവ ഇട്ട് നന്നായി ഇളക്കിയ ശേഷം വേവിച്ച മട്ടൺ നല്ലി അതിലേക്കിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വച്ച് വേവിക്കണം. പത്ത് 15 മിനിറ്റ് കഴിഞ്ഞ് അല്പം മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് ഒന്നിളക്കിയാൽ നമ്മുടെ സ്വാദിഷ്ടമായ മട്ടൺ നല്ലി റെഡി. ഇത് കഴിക്കാൻ പ്രത്യേക വിഭവങ്ങൾ ഒന്നും കൂടെ വേണ്ട, അത്ര സ്വാദിഷ്ടമാണ് ഇതിന്റെ രുചി. നമ്മൾ പറയാറില്ലേ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നുവെന്ന്. അത്തരത്തിലുള്ളവയിൽ മുൻപന്തിയിൽ നിൽക്കുന്നതാണ് മട്ടൺ നല്ലിയുടെ രുചി. അപ്പോൾ ഇത്തരം പുതുമയുള്ള ഭക്ഷണങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കില്ല.